അമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഷാജി പാസ്റ്റർ മെസ്സേജ് ഞാനൊന്ന് കോപ്പി അടിക്കുകയാണ് കുറച്ച് ഭാഗങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 35-37 വാക്യങ്ങൾ വായിച്ചു. ലൂക്കോസ് 18:35-37 വരെ. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴിയരികെ ഇരിക്കുകയായിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മതി മുൻപിൽ മതി നടക്കുന്നവൻ മതി 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 മതി. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. റബശറബന ഹർബാശോട ഹറബാശബാറബ ഓലഗശറഹന. വെൽക്കം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗം. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയേരി ഇരുന്നിരുന്നു. പുരുഷാരം കടന്നുപോകുന്ന കേട്ട് ഇത് എന്തേ എന്ന് അവൻ ചോദിച്ചു. നസ്രായ യേശു കടന്നുപോകുന്നെന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. അവിടെ കണ്ണ് കാണാൻ വയ്യാത്ത ഒരുവനായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഇരുന്നൊരു കുരുടനായിരുന്നു. പക്ഷെ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശബ്ദം കേട്ടപ്പോൾ, പുരുഷാരം കടന്നു പോകുന്ന കേട്ടപ്പോൾ, വലിയ ആരവമായിരിക്കും. കാരണം യേശു കർത്താവ് എപ്പോഴും പോകുമ്പോൾ ഒരുപാട് പേര് കൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് ആമേൻ, യേശുവേ, ദാവീദ് പുത്രനോട് കരുണ തോന്നണേ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഇരിക്കുന്ന അയാൾ അത്രയും നാൾ അയാൾ ഇരുന്നത് ആരുടെയൊക്കെ ദയൊക്കെ ഹല്ലേലൂയ ആമേൻ ഇറന്നുകൊണ്ട്, ആരുടെയൊക്കെ ദയയിൽ നിന്ന് വീണ് കിട്ടുന്ന കാശ് കൊണ്ട് അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഭിക്ഷ യാചിച്ചുകൊണ്ട് അവിടെ ഇരുന്നത്. അത്രയും നാൾ കടന്നു പോയ മനുഷ്യരൊക്കെ അന്നന്ന് വേണ്ടുന്നേക്ക് അപ്പോഴത്തേക്ക് കഴിയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതാണ് അവിടെ നിന്ന് ഇരക്കുമ്പോൾ, കൈ നീട്ടുമ്പോൾ, പലരുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ, പലരോടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ദയ തോന്നി കൊടുത്തിരുന്നത് മാത്രമല്ല, പക്ഷേല് അതുവഴി കടന്നു പോകേണ്ടവൻ കടന്നു പോയപ്പോൾ അത് കേട്ടപ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്താ കരഞ്ഞത്? വളരെ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ആ പുരുഷാരത്തിന്റെ ഇടയിൽ നമുക്കറിയാം, അത് കേട്ട് യേശു നിൽക്കുന്നതായിട്ടൊക്കെ പറയാം. പക്ഷെ ആ പുരുഷാരത്തിന്റെ ഇടയിൽ യേശു അത് കേൾക്കണമെങ്കിൽ അവന്റെ നിലവിളിയുടെ ശബ്ദം എത്ര വലുതായിരുന്നു. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവ് അതുവഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവന് മനസ്സിലായി, ഇതുവരെ കടന്നുപോയ മനുഷ്യരെ പോലെയല്ല, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നു. പക്ഷേ കടന്നു പോകേണ്ടവൻ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ നിലവിളിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതുവരെ നമ്മളെ ആരാലും ഹല്ലേലൂയ എന്ന് വെച്ചാൽ അവൻ പിറവിയിലെ കുരുടനായിരുന്നു നമ്മൾ മറ്റിടത്ത് കാണുന്നത്. അങ്ങനെയുള്ള ഒരാളെ ഹല്ലേലൂയ വിടുവിക്കാനായിട്ട് ആർക്കും കഴിയില്ല. മാറ്റാനായിട്ട് ആർക്കും, രക്ഷിക്കാനായിട്ട് ആർക്കും കഴിയില്ല. പക്ഷേല് യേശു കർത്താവിനല്ല മറ്റാർക്കും. പക്ഷേ ഇന്നീ പ്രഭാതത്തിൽ ഹല്ലേലൂയ നമ്മളോട് ഓരോരുത്തരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ചില വിഷയങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറണമെങ്കിൽ അതിന് ശാശ്വത പരിഹാരം വരണമെങ്കിൽ നമ്മളൊന്ന് നിലവിളിക്കുക തന്നെ വേണം. ദാവീദ് പുത്ര, യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയും. നമ്മുടെ ഒരു നിലവിളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് കരുണ വെളിപ്പെടുക തന്നെ ചെയ്യും. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെയും കർത്താവ് യേശു ക്രിസ്തു ഈ ദിവസങ്ങളിൽ കടന്നു പോകും. ഒരു എൻകൗണ്ടർ നമ്മളൊക്കെയും പ്രതീക്ഷിക്കണം. ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിനെ നിർത്തുന്നതായിട്ട് ഈ കടന്നു പോകുന്ന സമയത്ത്, ഈ വരുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു ഇതുവഴിയൊന്ന് വരുമ്പോൾ ആമേൻ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ യേശു വരുന്നത് അറിയാതിരിക്കരുത്. അവിടെ ശബ്ദം കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. അവന് കണ്ണ് കാണത്തില്ലെങ്കിലും അവൻ സകലതും അറിഞ്ഞത് കേൾവിയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അവൻ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവൻ ശ്രദ്ധിക്കുക. അന്ന് അവിടെ ഒരു പ്രത്യേകത അവന് തോന്നി. കാരണം അതുവരെ ആരും കടന്നു പോയിട്ടില്ലാത്ത പോലെ പുരുഷാരം കടന്നു പോയപ്പോൾ അവൻ അത് എന്താണെന്ന് അറിയാനായിട്ട് അത് എന്തുകൊണ്ടാണ് അവർ വ്യക്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള യേശു എപ്പോഴും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ.
പക്ഷെ യേശു നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഹല്ലേലൂയ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിലവിളിച്ചാൽ യേശു അവിടെ നിൽക്കും. ഹല്ലേലൂയ അവിടെ അവനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന അവിടെ ആ അത്രയും ശബ്ദത്തിൽ നിന്നിട്ട് യേശു അവനെ വിളിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. ചില സമയത്ത് ആ അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കണ്ണുനീരിന് മാത്രമേ നിലവിളിക്ക് മാത്രം യേശുവിനെ ഒന്ന് പിടിച്ചു നിർത്ത ഈ വഴി പോകുമ്പോൾ നമ്മളെ അടുത്തേക്കൊന്ന് ഇറങ്ങി വരെ നമ്മളെ അടുക്കിലേക്കൊന്ന് വിളിച്ച് എന്താ ആവശ്യം എന്ന് ചോദിക്കാൻ വേണ്ടി ആ നിലവിളി ശബ്ദം അടം വരെ എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മക്കളല്ലേ, അപ്പനല്ലേ, കരയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കരയേണ്ട കാര്യം തന്നെയുണ്ട്. അടുത്ത വാക്യം വായിക്കാം. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇതിന് 38 തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പൊ മിണ്ടാതിരിക്കാൻ പലരും ശാസിച്ചിട്ടും ഹല്ലേലൂയ അവിടെ അവൻ വീണ്ടും ഉച്ചത്തിൽ വിളിക്കുകയാണ്. പലരും കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മളോടും പലരും ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, എന്തിനാ ഇത്ര നിലവിളി, എത്ര ബഹളം, എന്തിനാ ഇതിന് കരയുന്നത്, എന്തിനാ ഇങ്ങനെ കിടന്ന് കൂവുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷേങ്കിൽ ഹല്ലേലൂയ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നിലവിളി ശബ്ദം നിർത്തരുത്. നമ്മുടെ പ്രാർത്ഥന നിർത്തരുത്, നമ്മുടെ ഒച്ചയൊന്നും നിർത്തരുത്. അവിടെ തന്നെ നിലവിളിച്ചോണ്ടിരിക്കട്ടെ. കാരണം വെച്ചാൽ അപ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കത്തുള്ളൂ. ഈ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 39-ാം വാക്യം ഒന്ന് വായിക്കോ. 27:39. മാത്യു 27:39. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. ഒരു മന്ദിരം പൊളിച്ച് 27:39 അല്ല 27:39 മതി. കടന്നു പോ തലകുലുക്കി അവനെ ദുഷിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിനെയാണത് നമുക്കറിയാം. കാൽവരി ക്രൂശിന്റെ ചുവട്ടിലൂടെ കടന്നു പോകും, വഴിയിലൂടെ കടന്നു പോകുന്ന അതുവഴി പോകുന്നവരൊക്കെ നമ്മൾ നേരത്തെ വിഭാഗം ചിന്തിച്ചാണ്. അതിലൂടെ പോകുന്നവരും വരുന്ന എല്ലാവരും ഹല്ലേലൂയ ആമേൻ കടന്നു പോകുന്നവർ അവനെ നോക്കി ദുഷിച്ചു. ഹല്ലേലൂയ. അതുവഴി കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ അവിടെ 3 കള്ളന്മാര് 2 കള്ളന്മാരുടെ നടുവിലാണ് യേശു കർത്താവ് 3 പേരെ കുരിശിൽ തറച്ച് കിടപ്പുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലത്ത് ക്രൂശിൽ കിടക്കുന്നത് ഏറ്റവും ലജ്ജാകരം, ഏറ്റവും നിന്ദാകരവും ഏറ്റവും ഏറ്റവും നികൃഷ്ടമായ ഒരു മരണം എന്ന് വേണം തന്നെ പറയാം. അവിടെ യേശു കർത്താവിന്റെ കൂടെ 2 കള്ളന്മാർ അപ്പുറം ഇപ്പുറം കിടക്കും. പക്ഷെ അവിടെ കടന്നു പോകുന്ന അവരെ നോക്കി ദുഷിച്ചു എന്നല്ല എഴുതിയേക്കുന്നത്, അവനെ നോക്കി ദുഷിച്ചു എന്ന് തന്നെ എഴുതിയേക്കുന്നത്. പർട്ടിക്കുലർലി യേശുവിനെ മാത്രം നോക്കിയാണ് ദുഷിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ ആമേൻ. അങ്ങനെയുള്ളവർ കടന്നു പോകുന്നവർ, അവരവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവരൊന്നും അല്ല, അവർ വഴി കൂടെ ഇങ്ങനെ കടന്നു പോകുന്നവർ, അവരൊക്കെ ഇവരെ നോക്കി യേശുവിനെ നോക്കി ദുഷിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടെന്നേ. കടന്നു പോകുന്നവർ നമ്മളെ നോക്കി ദുഷിക്കും, പരിഹസിക്കും, ആമേൻ നിന്ദിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ എങ്കിൽ അവരൊക്കെ പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് അങ്ങ് പോകും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച അതുപോലെ അതേ ശിക്ഷാവിധി കിടക്കുന്ന ഇതേപോലെ നമ്മളെക്കാട്ടി നമ്മുടെ അവസ്ഥയൊക്കെ കണ്ട് പലരും നമ്മളെ ദുഷിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. പക്ഷെ അവര് ഇതേ അല്ലെങ്കിൽ ഇതേക്കാട്ടി ഇച്ചൂടെ ഒരു ശിക്ഷാവിധി കിടക്കുന്നവരും അവിടെ കിടന്ന കാൽവരി ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരും യേശുവിനെ ദുഷിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മളെപ്പോലെ പല വേദനയെ കൂടെയും വിഷമക്കൂടെ പോകുന്നവരാണെങ്കിൽ പോലും നമ്മൾ ദുഷിക്കാൻ കിട്ടുന്ന സമയം അവർ ദുഷിക്കും, അല്ലെ? കുറ്റം പറയാൻ കിട്ടുന്ന സമയം കുറ്റം പറയും, പരിഹസിക്കാൻ കിട്ടുന്ന സമയം പരിഹസിക്കും. കാരണം കുറെ നാളായി എന്താ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, കുറെ നാളായി ഉപവസിക്കാൻ തുടങ്ങിയിട്ട്, വല്ലവർക്കും വേണ്ടിയൊക്കെ മറ്റു പലർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെയൊക്കെ ജീവിതത്തിൽ വിടുതൽ എന്ന് പറയുന്നിട്ട് സ്വന്തം കാര്യം എന്താ നോക്കുക. ഇവിടെ പറയുന്നത് അങ്ങനെയല്ലേ? യേശുവിനൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഹല്ലേലൂയ. നീ മറ്റുള്ളവരെ രക്ഷിച്ച്, അവരെ രക്ഷിച്ച്, ഇവരെ രക്ഷിച്ച്, എന്നിട്ട് നിനക്ക് സ്വന്തം രക്ഷിക്കാൻ പറ്റാത്തത്? ഹല്ലേലൂയ. ഇതൊക്കെ പറയാം. അപ്പൊ എങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. പക്ഷെ ഈ പറഞ്ഞുകൊണ്ട് പോയവരുടെ ഒക്കെ മുൻപിൽ 1-2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ 3-ാം ദിവസം കഴിഞ്ഞപ്പം ഈ പറഞ്ഞവരുടെയൊക്കെ മുമ്പേ അവർ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ പോയിടത്തൊക്കെയാണ്. പക്ഷേ യേശു കർത്താവിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താ നമ്മൾ കണ്ടല്ലേ? ഈ ദുഷിച്ചവരുടെ മുമ്പിൽ തന്നെ ദൈവം മാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവിടെ ദുഷിച്ചുകൊണ്ട് അവർ കടന്നു. പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ ഹല്ലേലൂയ ദുഷിച്ചവരെല്ലാം കടന്നു പോയിക്കോളും. നമ്മളെ ഇന്ന് കുറ്റം പറയുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞങ്ങ് പൊക്കോളും. പക്ഷെ ഈ പറഞ്ഞു പോകുന്നവരൊക്കെ അവിടെയൊക്കെ തന്നെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് നമ്മൾ കാണുന്നില്ല. വേദപുസ്തകം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ പക്ഷേ എങ്കിൽ യേശു കർത്താവിന്റെ ജീവിതത്തിൽ 3 നാൾ കൊണ്ട് എന്താ പറയുക മന്ദിരം പൊളിച്ച് പണിയുന്നവരെ എന്നൊക്കെ അന്ന് പറഞ്ഞ് ദുഷിച്ച അതേ വാക്ക് 3 നാൾ കൊണ്ട് തന്നെ യേശു കർത്താവിന്റെ മഹിമയോടെ വെളിപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മളെ ദുഷിക്കുകയും
പരിഹസിക്കുകയും കളിയാക്കുകയും കുറ്റം പറയുകയും ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ കേട്ടിട്ട് കരയാൻ നിൽക്കില്ല. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രാർത്ഥന ഒന്നും നിർത്തില്ല. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിന്ന് അങ്ങ് മാറി കർത്താവേ എനിക്ക് വയ്യാട്ട് സഹിക്കാൻ വയ്യ എന്നും പറയല്ല. ഇത് ഇച്ചിരി സമയമൊക്കെ ഇങ്ങോട്ട് സഹിക്കുക. ഹാലേലൂയ. അവിടെ തന്നെ യേശു കർത്താവ് ക്രൂശിൽ നിന്ന് ഓടാൻ അതിന് മറുപടി പറയുന്നത് യേശു കർത്താവിന്റെ പാവം തന്നെ നമ്മളുണ്ടാണ്. നമ്മൾ പലതും പറഞ്ഞ് നമ്മളെ ടെംപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും ശത്രു. ഹാലേലൂയ. പക്ഷെ അവിടെയൊക്കെ മൗനമായിരിക്കാൻ ഹാലേലൂയ. നമ്മൾ അവിടെയൊക്കെ ഇതിനെ ഹാലേലൂയ ഇതൊരു ഭാരമാണെന്ന് പറയാതെ ഇതൊരു വിഷമമാണെന്ന് പറയാതെ ദൈവം നമ്മളെ അനുവദിച്ച് തന്ന ഈ സമയം അത്രത്തോളം സമയം നമ്മൾ അതിനെ സഹിക്കുകയാണെങ്കിൽ അവരൊക്കെ അങ്ങ് പോവും. പക്ഷേ നമ്മളെ ദൈവം അവരുടെ എല്ലാം മുൻപിൽ മാനിക്കുന്നതായിട്ട് നമ്മൾ കാണാം. അടുത്തൊരു ഭാഗം കൂടെ നമുക്ക് യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. യോന പ്രവാചകൻ. യോന 2:3. ഞാൻ പാതാളത്തിന്റെ നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. ആമേൻ. ഹല്ലേലൂയ. പറയുന്നത് ആമേൻ. ഹല്ലേലൂയ. നീ എന്റെ നിലവിളി നീ എന്നെ സമുദ്രത്തിന്മേൽ എന്റെ മധ്യ ആഴ്ത്തി ഇട്ട് കളഞ്ഞ് പ്രവാഹങ്ങൾ എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. ഹല്ലേലൂയ. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം യോനായുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാ ഈ അവസ്ഥ വന്നത് നമുക്കറിയാല്ലേ. ഹല്ലേലൂയ. യോന ദൈവത്തിന്റെ വാക്ക് കേട്ടാതെ ദൈവം അയച്ചിടത്തേക്ക് അയക്കാതെ മറ്റൊരിടത്തേക്ക് പോകും. അപ്പൊ ദൈവത്തിന് വേറൊരു ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിരുന്നില്ലേ വേറെ പറഞ്ഞു വിടാനായിട്ട് അല്ലേ. ഒരാൾ അനുസരണക്കേട് കാണിച്ചാൽ വേറെ ആൾ ഉപയോഗിക്കാം. പക്ഷെ ദൈവം അവിടെ വേറെ ആൾ ഉപയോഗിക്കുന്നില്ല. യോനയെ തന്നെ പാഠം പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകേണ്ട വിചാരിച്ചു. ഹല്ലേലൂയ. അപ്പം അവിടെ ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ട് യോനയെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിപ്പിച്ച് ദൈവം മറ്റാരെ കൊണ്ട് ചെയ്യാൻ ഉപദേശിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ കാര്യം. ഹല്ലേലൂയ. അവിടെ നമുക്ക് യോനായ ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അന്നത്തെ കാലത്ത് ഇന്നലെ ഷാജിപ്പാസ് ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ വിദേശ പ്രവാചകൻ കേട്ടോ യോന. മറ്റാരും അവിടെ വിട്ട് പുറത്തോട്ട് പോയിരുന്നത് അവരുള്ളിടത്തൊക്കെ തന്നെ പ്രവചിച്ചെന്ന് എഴുതിയിട്ട്. പക്ഷേ ഇദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു പട്ടണത്തിലേക്ക് ദൈവം അയക്കുകയാണ്. ആദ്യമായിട്ട് അയക്കുന്നത് വിദേശ മിഷണറി ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അത് കേട്ടപ്പോൾ ആദ്യം അതുകൊണ്ട് ശരിയായില്ല, ഡൈജസ്റ്റ് ആയി. പുള്ളി അങ്ങോട്ട് പോയില്ല. അതുകൊണ്ട് എന്താ പറ്റിയത്? കപ്പല് അതിൻ്റെ ആൾക്കാരെല്ലാം കൂടെ അവസാനം എടുത്ത് പൊക്കെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട്. ഹല്ലേലൂയ. അപ്പൊ മത്സ്യം വന്ന് വിഴുങ്ങി. വെള്ളത്തിലേക്ക് പലരും പല സാഹചര്യം നമ്മളെയൊക്കെ ചിലപ്പം വെള്ളത്തിലേക്ക് അവരുടെ നിലനിൽപ്പിന് അവരുടെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ നമ്മളെ എടുത്ത് വെള്ളത്തിലേക്കൊക്കെ ഇടും. നമ്മൾ വെള്ളത്തിലൂടെ ഒക്കെ പോകും. ചിലപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിലൊക്കെ കിടക്കും. പക്ഷെ യോന അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് അയ്യം വിളിക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി വെച്ചിരിക്കുന്ന നമ്മുടെ അയ്യം വിളികളൊക്കെ. പക്ഷെ ഇവിടെ കാണുന്നത് ഇവിടെ പറയുന്നത് ദൈവം പറഞ്ഞിട്ട് അതിന്റെ അവിടെ പറയുന്ന 3-ാം വാക്യം പറയുന്നത് നീ എന്നെ സമുദ്രത്തിന്റെ മധ്യ ആഴത്തി ഇട്ട് കളഞ്ഞു. അപ്പൊ ഇട്ടത് ദൈവമാണെന്ന് ഇവരൊക്കെ നല്ല ഉറപ്പാണ്. ഇടിയിപ്പിച്ചത് ഇട്ടത് മറ്റാരെങ്കിലും ആയിരിക്കും. പക്ഷെ ഇടാൻ ഇടിയിപ്പിച്ചത് ദൈവം യോനയ്ക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ദൈവം എന്നറിയാൻ പറഞ്ഞെനക്ക് നമ്മളെ നമുക്ക് ദോഷം വരുന്ന ദോഷങ്ങളെ പരീക്ഷിക്കത്തില്ല എന്നൊക്കെ പറയുമ്പം ഈ സമുദ്രത്തിന് മതി ഇടാൻ കൽപ്പിച്ച ദൈവം തന്നെയല്ലേ. അവർക്ക് തോന്നിപ്പിച്ച ദൈവം തന്നെയല്ലേ. ആ കാറ്റിനെ അടുപ്പിച്ച ദൈവം തന്നെയല്ലേ കപ്പലിനെ. യോന ഇട്ട് കഴിയപ്പം കടൽ ശാന്തമെന്നല്ലേ. തിരമാല അടുപ്പിച്ചത് ദൈവം. അപ്പൊ ദൈവം അടുപ്പിക്കുന്ന തിരമാലയുണ്ട്, ശത്രു കൊണ്ടുവരുന്ന തിരമാലയുണ്ട്. ഇത് രണ്ടിനെയും തിരിച്ചറിയാൻ പഠിക്കണം നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ കാരണം യേശു കർത്താവിന്റെ പടകിന് നീര് അടിച്ച തിരമാല കാറ്റും ഇതും ദൈവം അടുപ്പിച്ചതല്ല. അത് പിശാച് അടുപ്പിച്ചത് നമുക്കറിയാം അല്ലെ. എന്ന് വെച്ചാൽ എല്ലാ കാറ്റും ദൈവം അടുപ്പിക്കുന്നതാണോ? പിശാച് അടുപ്പിക്കുന്നതാണോ? അല്ല. ഈ യോന പോകുന്ന സമയത്ത് ആ സമുദ്രത്തിൽ ഭയങ്കര കാറ്റും തിരമാലയും ഉണ്ടായി അല്ലെ. കപ്പൽ മുങ്ങിപ്പോകുന്നു തോന്നിയപ്പോഴാണ് അവര് എന്തുകൊണ്ട് അത് സംഭവിച്ചെന്നറിയാൻ വേണ്ടി അവിടെ ഒരു പ്രാർത്ഥന നറുക്കിട്ടപ്പോ അപ്പൊ യോനയോട് വെച്ച് എന്താ കാര്യം? യോന പറഞ്ഞു ഇതുപോലെ ഞാൻ സേവിച്ച ദൈവം ഇതാണ്. എല്ലാവർക്കും കഥ പോലൊക്കെ എല്ലാവർക്കും അറിയാം അത് ഞാൻ പറഞ്ഞു കേൾക്കാതെ അനുസരണക്കേട് കാണിച്ചു പോകുന്നത്. നിങ്ങളൊരു കാര്യം എന്നെ എടുത്ത് വെളിയിലോട്ട് ഇട്ടോ അപ്പൊ ശരിയായിക്കോളും. അതുപോലെ യോന പറഞ്ഞു. നമുക്ക് യോന എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പം കാറ്റും അടങ്ങി തിരയടങ്ങി സമുദ്രം ശാന്തമായെന്നാ കാണുന്നത്. കാരണം
അപ്പൊ അത് കൽപ്പിച്ചത് ദൈവമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ചില കാറ്റും ചില തിരമാലയൊക്കെ ദൈവം പറഞ്ഞിട്ട് വരുന്നതുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പൊ അതിനെയല്ല നമ്മൾ അന്നേരം പിശാചിനെ കൊണ്ടുവന്ന് ശാസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് പിശാച് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഈ ഒരു സംഭവം പിശാച് അറിഞ്ഞിട്ട് പോലും ഇല്ല യോനയുടെ കാര്യത്തിൽ ദൈവം ചെയ്യുമ്പോൾ. ഹല്ലേലൂയ. അവിടെ അത് കഴിഞ്ഞ് മത്സ്യത്തിൽ ഉള്ളിൽ കിടന്നിട്ടാണ് യോനയെ വിളിക്കുന്ന വിളി. ഹല്ലേലൂയ പറയുന്നത്. എന്നിട്ട് അവയോടൊപ്പം നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി, നിന്റെ ദൃഷ്ടിയിൽ മേൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് 4-ാം വാക്യം. അപ്പം അവിടെ പറഞ്ഞ 3-ാം വാക്യം പറയാം, നീ എന്നെ സമുദ്രത്തെ ആഴ്ത്തി ഇട്ടുകളി, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി. ചില സമയത്ത് ഈ ഓളങ്ങളും തിരകളും എല്ലാം നമ്മുടെ മീതെ കൂടെ കടന്നു പോകും. പക്ഷെ എന്നേക്കും അത് കടന്നു പോയിക്കൊണ്ടിരിക്കത്തില്ല. അവിടെ പറഞ്ഞ പുരുഷാരം വഴിയെ പോയവർ, കടന്നു പോയവർ, അപ്പൊ കടന്നു പോകുന്നവർ ദൂഷിക്കും. ആമേ ഹാലേ. അടുത്തടുത്ത് നമ്മൾ പറഞ്ഞത് ഹാലയില് കടന്നു പോയവർ ഹാലയില് ആമേ യേശു കത്തെ കടന്നു പോകുന്ന ഒരവസ്ഥ വന്നു. അവിടെ ആ പുരുഷാരം കടന്നു പോകും. അപ്പൊ ഈ കടന്നു പോകുന്ന സമയത്ത് ഹാലയില് ഇത് ഇങ്ങനെ ആമേ എല്ലാവരുടെയും ജീവിതത്തിൽ ഹാല ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓളങ്ങളും തിരകളും ഒക്കെ നമ്മുടെ മീതെ കടന്നു പോകും. പക്ഷെ അത് അവിടെ തന്നെ നിൽക്കുമെന്നല്ല. അങ്ങനെയാണ് പറഞ്ഞത്. കടന്നു പോയെന്നല്ല, ഓളങ്ങളും തിരകളും അപ്പൊ അത് നമുക്ക് ഹാലയില പക്ഷെ അത് നമ്മൾ വിഴുങ്ങിക്കളയാൻ സമ്മതിക്കത്തില്ല ദൈവം. യാക്കോബിനോട് പറയുന്നിടത്ത് പറയുന്നില്ലേ, നീ വെള്ളത്തിൽ കൂടെ കടന്നാലും അത് നിന്റെ മീതെ കവിയില്ല. ഇതിപ്പോ നമ്മുടെ മീതെ കവിഞ്ഞു. യോനയുടെ കാര്യത്തിൽ ഇത് മീതെ കടന്നു പോയി. പക്ഷെ മീതെ കടന്നു അവിടെ നിന്ന് അവന് മുക്കിക്കളയാനായിട്ടോ വിഴുങ്ങിക്കളയാനായിട്ടോ അതിനകത്ത് നശിച്ചു പോകാനായിട്ടോ ദൈവം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹോളങ്ങളുടെ അടിയിൽപ്പെട്ട് നമ്മളിപ്പോ അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒരു സമയം ദൈവം കൽപ്പിക്കും, മതി, നിർത്തിക്കോ, ഇത് മതി, സ്റ്റോപ്പ് ചെയ്തോന്ന് പറയും. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ ചില ഓളങ്ങളിലൂടെ തിരമാലകൾ തലയ്ക്ക് മീതെ നമ്മൾ പറയണെങ്കിൽ തലയ്ക്ക് മീതെ പ്രശ്നമാന്ന് പറയല്ലേ. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രശ്നത്തിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ദൈവത്തിനൊരു കൽപ്പന വരും, മതി മതി എന്ന് പറഞ്ഞിട്ട് ഇനി മതി, ഇനി നീ ഇവരുടെ മേലെ കവിയണ്ട. തിരമാലയ്ക്ക് അതിരിട്ടവൻ, സമുദ്രത്തിന് അതിരിട്ടവൻ, തിരമാലയുടെ ഇവിടെ ഈ ഏരിയ കഴിഞ്ഞ് ഇങ്ങോട്ട് കടക്കരുന്ന് കൽപ്പിച്ചവൻ. ഹാലേലിയ. ആ ദൈവത്തിന്റെ ഒരു കൽപ്പന വരുമ്പോൾ ദൈവം പറയും മതി എന്ന് പറയും. അപ്പൊ തിരമാല നമ്മുടെ മീതെ ഹാലേലിയ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ശാന്തമാകും. ഹല്ലേലൂയ. അപ്പൊ ഈ തിരമാലകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരമാല നമ്മളെ വിഴുങ്ങാൻ നിൽക്കുന്ന തിരമാല, നമ്മൾ മുക്കിക്കളയാൻ നിൽക്കുന്ന ചില തിരമാലകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ കൽപ്പന വരികയാണ്. ഹാലേലിയ, മതി എന്ന്. ഹാലേലിയ, മതി, ഇവിടെ നിർത്തിക്കോളാൻ പറയുന്ന അത് ദൈവം തന്നെ കൽപ്പിക്കും നമ്മുടെ ജീവിതത്തിലേക്ക്. ആ ദൈവത്തിന്റെ കൽപ്പന വന്നാൽ അതവിടെ നിൽക്കും. ഹാലേലിയ. യോനായ മുക്കിക്കളയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മത്സ്യത്തിനുള്ളിലേക്ക് ആ തിരക്കെ അളുത്തുന്ന ദൈവം എന്താ വെച്ചാൽ മത്സ്യത്തിനുള്ളിലേക്ക് എടുത്ത് മത്സ്യത്തിന്റെ വയറ്റിനുള്ളിലേക്ക് സേഫ് ആക്കി. 3 ദിവസം അതിനകത്തിട്ട് ഒന്ന് പട്ടം ചുറ്റിച്ചെന്നേ ഉള്ളൂ. പക്ഷേ യോനയുടെ അവിടെ മത്സ്യം കൽപ്പിച്ചപ്പോൾ യോനയെ കൊണ്ടൊന്ന് മത്സ്യം കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചു വെച്ചു. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് ഇന്ന് വരെ മത്സ്യം വിഴുങ്ങിയതൊന്നും പുറത്തേക്ക് ജീവനോടെ വന്നിട്ടില്ല. അതങ്ങോട്ട് ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ അതിനുള്ളിൽ കിടക്കുന്ന ആ ആമാശയത്തിലെ ഇതിൽ അതങ്ങോട്ട് അഴുകി പുഴുത്ത് അല്ലെങ്കിൽ അത് ദഹിച്ചു മാറുന്നത്. പക്ഷേ അവിടെ യോനയ്ക്ക് ഒരു കേടുപാടും, ശരീരത്തിന് പൊള്ളലേറ്റെന്നോ അതിനകത്ത് ശരീരത്തിന് ചൊറിവൊന്നും ഒന്നും എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ അതിനുള്ളിൽ കിടന്ന് കൊണ്ട് ഛർദ്ദിച്ച് വെക്കും നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ പോകുമ്പോഴും നമുക്ക് നമ്മളെ മുക്കിക്കളയത്ത് ദൈവം എപ്പോഴും ദൈവത്തിന്റെ ഒരു ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അത് മനസ്സിലാക്കിക്കൂടാം. നമ്മൾ ഏത് വിഷയത്തിൽ കൂടെ നമ്മൾ കടന്നുപോലെ നമ്മൾ വിചാരിക്കും ഈ വിഷയം നമ്മളെയും കൊണ്ട് പോകുമെന്ന്. പക്ഷെ ഈ വിഷയം നമ്മളെ കൊണ്ടൊന്നും പോകത്തില്ല. ദൈവം കൽപ്പിക്കുന്നൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ആ തിര അടങ്ങുക തന്നെ ചെയ്യും. നമ്മുടെ മീതെ അതിനെ കവിഞ്ഞ് ഒഴുകി നമ്മളെ മുക്കിക്കളയാനായിട്ട് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ ദൈവം നമ്മളെ തിരമാല നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് വിഷയം? ഒരു കടഭാരമാണോ? ആ തിരമാലയുടെ ദൈവം എന്ന് കൽപ്പിക്കുക. ദാരിദ്ര്യമാണോ? ആ തിരമാല ദൈവം കൽപ്പിക്കുക. ഒരു രോഗമാണോ? ആ തിരമാലയുടെ ദൈവം കൽപ്പിക്കുക. ശൂന്യതാണ്, ആ തിരമാല ദൈവം കൽപ്പിക്കുക. എന്താ ദൈവം കൽപ്പിക്കുന്നത്?
അതിനെ പിൻവലിക്കുകയാണ്. മതി, നിർത്തിക്കോ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഒരു കൽപ്പന. ഹാലേലിയ. ആമി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഇന്നലെ നമ്മൾ കണ്ടത്, നമ്മൾ വൈകിട്ടായപ്പം ഹിപ്പാസ് പറഞ്ഞ കേട്ട് നമ്മുടെ വായിൽ നിന്ന് ജീവനും മരണവും നമ്മുടെ നാവിന്മേലിരിക്കുന്നു. നമ്മളത് എന്ത് പറയുന്നുവോ അതിന്റെ ഫലം അനുഭവിക്കുന്നു. കാരണം ദൈവം എക്സാമ്പിൾ അതിന്റെ ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞ വാക്യമാണ്. കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയി 12 പേര് പോയിട്ട് 10 പേര് വന്നിട്ട് അത് ഭയങ്കര അവിടെ നമുക്ക് ലഭിക്കത്തില്ല. കാരണം അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടുക്കിളികളെ പോലും നമുക്ക് ലഭിക്കത്തില്ല. 2 പേര് പറഞ്ഞു, ഇല്ല, ദൈവം നമ്മളുടെ കൂടെയുണ്ട് എങ്കിൽ നമുക്കത് ലഭിക്കും. അവർ 10 പേരെന്ത് പറഞ്ഞു അത് അവർക്ക് ഭവിച്ചു. മരുഭൂമിയിൽ നമ്മൾ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. അവിടെ മരുഭൂമിയിൽ തന്നെ അവർ മരിച്ചു. 2 പേരും ഇല്ല, നമുക്ക് ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ സ്വന്തം. ആ 2 പേർക്ക് എന്ത് കിട്ടി? അവിടെ പോയി. അപ്പൊ അത് എന്താണ് അവര് പറഞ്ഞത്, അതാണ് അവർക്ക് സംഭവിച്ചത്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മുടെ ജീവിതത്തിൽ പറയുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹാലേലിയ. നമ്മുടെ മുമ്പിലൂടെ അവിടെ ആ എരിഹോയിലെ കുരുടന്റെ മുമ്പിൽ കൂടെ നമ്മൾ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ കടന്നുപോയി. 10,000-കണക്കിന് ആളുകൾ അവന്റെ ജീവിതത്തിലെ കടന്നു പോയിക്കണം. പക്ഷെ ആ കടന്നു പോയവരൊക്കെ എന്തൊക്കെയോ ഒന്ന് നോക്കി, ചിലരെന്തേലും കൊടുത്തു, ചിലരെന്തേലും കൊടുത്തില്ല. നമ്മുടെ നോട്ടം അങ്ങനെ കടന്നു പോകുന്നവരിലാകരുത്. നമ്മുടെ ആശ്രയം അങ്ങനെ കടന്നു പോകുന്നല്ല. എന്തെങ്കിലുമൊക്കെ പിച്ചക്കാശ് കിട്ടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരെ സഹായിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ആശ്രയം വെക്കില്ല. കടന്നു പോകേണ്ടുന്നവൻ കടന്നു പോകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അപ്പൊ നമ്മുടെ ആശ്രയം എപ്പോഴും ആ കടന്നു പോകേണ്ട നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. ആ യേശു കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിരിക്കും. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും നമ്മളോട് വലിയ വാക്തത്വം ഒക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകും, ഞങ്ങൾ നോക്കിക്കോ, സഹായിക്കും, അല്ലെങ്കിൽ നമ്മൾ ഹാലേലിയ എന്താ പറയാ, വലിയ വലിയ പ്രോമിസുകൾ അല്ലെ. ആര് പോയി കൈവിട്ടാലും ഞങ്ങൾ കൈവിടും, നിങ്ങൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും, ഞങ്ങൾ കൂടെ തന്നെ ചേർന്ന് നിൽക്കും. ഇപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ചേർന്ന് ആരില്ല ഞാനുണ്ടായെന്ന് പറഞ്ഞ ആൾക്കാരൊന്നും ഇന്നതിനകത്തില്ല. ഹല്ലേലൂയ അല്ലെ. ആരൊക്കെ പോയാലും ഞാൻ എന്തായാലും ഉണ്ടാവും. ഞാൻ ആന്റിയെ വിട്ടിട്ട് പോവല്ല, ഞാൻ വിട്ട് പോകത്തില്ല, നമ്മൾക്ക് ഒരുമിച്ച് തന്നെ കാണുമെന്ന് പറഞ്ഞൊരു പോലെയില്ല. കാരണം അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥയൊക്കെ എപ്പോഴും. മനുഷ്യൻ പറയുന്നതിലൊക്കെ മനുഷ്യന് അതൊക്കെ ആ സാഹചര്യം വരുമ്പോൾ അവർ മനഃപൂർവ്വം അവരുടെ സാഹചര്യത്തിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ മാറ്റും. പക്ഷേ വാക്ക് പറഞ്ഞാൽ മാറാത്തതൊന്നും ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാ. കുഞ്ഞെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോകുന്ന സിറ്റുവേഷൻ, അയ്യോ ഈ സിറ്റുവേഷൻ കൂടെയാണോ നീ ഇപ്പൊ പോകുന്നത്, നീ കടലിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്, സോറി ചേട്ടാ നീ പൊക്കോ, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് കൈ വിട്ടിട്ട് പോകത്തില്ല. നമ്മൾ വെള്ളത്തിലുണ്ടെങ്കിൽ ദൈവം കർത്താവ് നമ്മളോട് വെള്ളത്തിലുണ്ട്. നമ്മൾ തീയിലാണെങ്കിൽ കർത്താവ് നമ്മുടെ തീയിലും ഉണ്ട്. നമ്മൾ ഏത് അവസ്ഥയിലാണോ നമ്മൾ പോകുന്നത് അവിടെയൊക്കെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ അവസ്ഥയുടെ ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വന്ന്, അല്ലെങ്കിൽ ഒരു ഭാരം വന്ന്, അല്ലെങ്കിൽ ഒരു വിഷയം വന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ല. ദൈവം ഡോക്ടറായിട്ട് വെളിപ്പെടുന്നത് ഡോക്ടറായിട്ട് വെളിപ്പെടും, നേഴ്സായിട്ട് വെളിപ്പെടുന്നത് നേഴ്സായിട്ട് വെളിപ്പെടും, അല്ലെങ്കിൽ എന്താ പറയാ ലോകം കൊടുങ്കാറ്റായി വെളിപ്പെടുന്നത് കൊടുങ്കാറ്റായിട്ട് വെളിപ്പെടും. ഹല്ലേലൂയ. എന്തായിട്ട് നമുക്ക് വേണ്ടെന്ന് അവിടെ ദൈവം നമുക്ക് അതായിട്ട് വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖല നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് ദൈവം ഒരിടത്ത് പോലും പറയത്തില്ല നമ്മളോട്. ദാവീദ് പറയും, കൂരിരുളുടെ താഴ്വരയിൽ കൂടെ കടന്നു പോയാൽ ഞാൻ ഒരിടത്തും ഭയപ്പെടുന്നില്ല. കാരണം എന്താ? എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ മനുഷ്യൻ നമ്മുടെ കൂടെ പോവാണ്. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഒരു വലിയൊരു ഇപ്പൊ എത്ര വലിയ ആൾക്കാരെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഭയങ്കര കടഭാരം വന്ന് കയറുന്നിരുന്നോട്ടെ. അവരുടെ ജീവിതത്തിൽ എല്ലാം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ED വന്ന് എല്ലാം അങ്ങ് ബ്ലോക്ക് ചെയ്തിരുന്നോട്ടെ. കേറിയെന്നറിഞ്ഞാൽ പിന്നെ ഈ കൂടെ നടന്നവരും തോളെ കേട്ട് ഒറ്റ എണ്ണത്തിന് പരിസരത്ത് കാണത്തില്ല. എന്താന്ന് വെച്ചാൽ, അയ്യോ ഞങ്ങളും ഇങ്ങോട്ടൊന്ന് അവരെങ്ങാനും ഞങ്ങളുടെ കൂടെ വന്നാലോ. എല്ലാ മനുഷ്യരും അവരവന്റെ സേഫ്റ്റി നോക്കി, അവരവന്റെ കാര്യങ്ങൾ നോക്കി, അവനവന്റെ പ്രൊട്ടക്ഷൻ നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഒരുവനുണ്ട് നമ്മുടെ കൂടെ. എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞാലും ഉപേക്ഷിക്കാതെ, എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ, എല്ലാവരും കുറ്റം പറഞ്ഞാലും കുറ്റം പറയാതെ ഹല്ലേലൂയ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമുണ്ട്. ദൈവം നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ ഹല്ലേലൂയ എന്താ പറയാ വിശുദ്ധ ജീവിതം ഒന്നും നോക്കിയിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ദൈവം നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച ദൈവം ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അവസ്ഥയൊക്കെ കടന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ല. കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ സഹായിക്കുന്നത്, ദൈവം നമ്മളെ കരം പൊട്ടിക്കുന്നത്, ദൈവം നമ്മളെ വിടാതിരിക്കുന്നതൊക്കെ നമ്മുടെ വിശ്വസ്തത കാരണമൊന്നുമല്ല, അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ല. ആ വിശ്വസ്ത എന്ന് ഇപ്പൊ ഞാനൊന്ന് അവിശ്വസിച്ചു എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ നിങ്ങൾ വിശ്വസിക്കാഞ്ഞിട്ട് കേട്ടോ നടക്കാഞ്ഞത്, ചുമ്മാതാ. നമ്മളെ വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ വിശ്വസ്തത ഇച്ച് കുറഞ്ഞാലും ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് ഒരു മാറ്റം, ദൈവത്തിന്റെ കരുണയ്ക്ക് ഒരു മാറ്റം, ദൈവത്തിന്റെ ദയയ്ക്ക് ഒരു മാറ്റം വരുത്തില്ല.
ആ ദൈവം നമ്മളെ ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ അത് വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടേണ്ട പോലെ തന്നെ വെളിപ്പെടുന്നു. രണ്ടാമത് നമ്മളെ കണ്ട യേശു കർത്താവിനെ നോക്കി തല കുലുക്കി ഹാലേലിയ പരിഹസിച്ചുകൊണ്ട് കടന്നു പോയ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർക്ക് ഹാലേലിയ അവൻ മറ്റാരെ കണ്ടാലും ഒരു കുഴപ്പമില്ല. നമ്മളെ കാണുന്ന സമയത്ത് ഒരു തലകുലുക്കൊരു പരിഹാസമാണ്. വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ തലകുലുക്കലുണ്ട്. അല്ലെ അത് കാണുമ്പോൾ തന്നെ ഈ തലകുലുക്കൽ എന്താന്ന് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത സഹോദരൻ കാണുമ്പോഴൊക്കെ ഒരു തലകുലുക്കൽ. ദേ വരുന്നുണ്ട് വലിയ പ്രാർത്ഥനക്കാരി എന്നുള്ള സ്റ്റൈലിൽ കിടന്ന് തലകുലുക്കലും അപ്പോൾ ഒരു ഭയങ്കര ഒരു ഹല്ലേലൂയൊക്കെ പറഞ്ഞ് പരിഹാസമൊക്കെ തുടങ്ങും. ഹല്ലേലൂയ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഈ തലകുലുക്കലും പരിഹസിച്ചിട്ടൊക്കെ അവിടെ തന്നെ നിൽക്കും. അവരുടെയൊക്കെ മുമ്പ് ഞാൻ പറയാം ദൈവം നമ്മളെ അതിനെക്കാട്ടി മാന്യതയോട് നിർത്തും. ഈ തല കുലുക്കിയവരെ കൊണ്ട് തന്നെ ദൈവം പറയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഹല്ലേലൂയ എനിക്ക് വേണ്ടി അമ്മേ ഹല്ലേലൂയ എൻ്റെ വീട്ടിലൊന്ന് വരണമേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അങ്ങനെയാണ്. അപ്പം ഇവിടെ തല കുലുക്കിയവരൊക്കെ നമ്മൾ കണ്ട് തല കുലുക്കിക്കൊണ്ട് പോയി പരിഹസിച്ചുകൊണ്ട് പോയി അന്ന് കണ്ട് നമ്മുടെ ജീവിതത്തിൽ പണ്ടൊക്കെ ഭാരങ്ങളും വിഷമങ്ങളൊക്കെ വരും. ഇപ്പം നമുക്ക് ഭാരപ്പെടുകയും വേണ്ട, വിഷമിക്കുകയും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല കുലുക്കുന്നവരൊക്കെ പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചോദിക്കത്തോ വലിയ പ്രാർത്ഥിക്കുന്നവരാ, എന്നിട്ട് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ, നിങ്ങളുടെ മോക്ക് എന്താ ഇങ്ങനെ പറ്റുക, നിങ്ങളുടെ കുഞ്ഞിന് എന്താ ഇങ്ങനെ പറ്റിയത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലേ ചോദിക്കത്തില്ലേ? ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ അത് നമ്മുടെ ഗേൾ സിസ്റ്ററൊക്കെ ചോദിച്ചറിയാം. മറ്റാരെ കണ്ടാ കുലുക്കില്ലേ തല കുലുക്കല്. നമ്മളെ കാണുമ്പോൾ തല കുലുക്കും. നമ്മളെ കാണും പരിഹസിക്കും. എന്തെങ്കിലും ഒരു വാക്ക് വിളിച്ചു പറയും ഹല്ലേലൂയ. അതൊക്കെ പറയുന്നവർ അവിടെ തന്നെ നിൽക്കും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഹല്ലേലൂയ അതൊക്കെ സ്ഥിരമായിട്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്ന പോലെ ചില ആൾക്കാരുടെ പരിപാടിയാണ്. അടുത്ത ഓളങ്ങൾക്കും തിരമാലകൾക്കും ഇനി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഓളങ്ങളും തിരമാലകളും ഒക്കെ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിന്റെ കർത്താവ് പറഞ്ഞ് അവിടെ നിൽക്കണം. കർത്താവ് പറഞ്ഞാൽ അവിടെ ഹല്ലേലൂയ അടങ്ങിക്കോണം. കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് മാറിപ്പോയിക്കോളും. ഹല്ലേലൂയ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില വിഷയം ഞാൻ ഇന്നലെ ഇത് കേട്ടിരിക്കുന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു ഹല്ലേലൂയ അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നിൽക്കുന്നത് എന്താണ് അതായിട്ട് ദൈവം ഹല്ലേലൂയ വെളിപ്പെടണം. നമ്മളെ പാസ്റ്റർ ഒരു എക്സാമ്പിൾ പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ ട്രോപ്പി എന്ന സ്ഥലമുണ്ട്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നോ പാർക്കിംഗ് ബോർഡുണ്ട് അവിടെ. അവിടെ ചെന്ന് ഹോൾഡ് ചെയ്ത് ആളെ ഇറക്കുക. അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് പോക്കോണം. അല്ലേ? പാർക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തല കുലുക്കുന്നവര് ഹല്ലേലൂയ ഈ ദുഷിക്കുന്നവരും ഹല്ലേലൂയ ഇതൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ എന്താ പറയാ അവർക്കൊക്കെ നോ പാർക്കിംഗ് ബോർഡാ ദൈവം വെച്ചേക്കുന്നത്. നമ്മുടെ വീടിന്റെ മുമ്പില് നമ്മുടെ ജീവിതത്തിന് മുമ്പിലൊക്കെ നോ പാർക്ക് ഇവിടെ നിന്നേക്കരുത്. ഇതങ്ങ് പൊക്കോണം. തല കുലുക്കിയിട്ട് ആ വഴി പൊക്കോണം. ഹല്ലേലൂയ ഇവിടെ അല്ലെങ്കിൽ ദുഷിച്ചിട്ട് അങ്ങോട്ട് പൊക്കോണം. ഇവിടെ സ്ഥിരമായിട്ടങ്ങ് നിന്നേക്കും. ഇവിടെ നോ പാർക്ക് ചെയ്യാം. കാരണം ഇവളുടെ വീടിന് മുമ്പിൽ അല്ലയാ അവളുടെ ജീവിതത്തിന് മുമ്പ് ഞാൻ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ട് നിനക്കൊക്കെ ഇവിടെ നിൽക്കാനായിട്ട് അല്ലെ പാർക്ക് ചെയ്ത് ഇവിടെ കിടന്ന് ഹല്ലേലൂയ നിങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്ത് ഹല്ലേലൂയ അതിനപ്പുറത്ത് നമ്മുടെ എയർപോർട്ടിൽ വേറെ സ്ഥലമുണ്ട് പാർക്കിംഗ് ഏരിയ അവിടെ പോയിരുന്ന് പാർക്ക് ചെയ്തിട്ട് പോയി ചായ കുടിക്കുക ചീട്ടുകൾക്ക് എന്തൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നവർക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന് മുമ്പ് ദൈവം അതുപോലെ തന്നെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അവിടെ അത് സ്ഥിരമായി നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ വിഷയം അവിടെ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അതുപോലെ തന്നെ ദുഷിക്കുന്നവരെ സ്ഥിരമായിട്ട് ദൈവം നിർത്തത്തില്ല. അവരൊക്കെ വന്നു പോയി അങ്ങ് പൊക്കോളും. ഹല്ലേലൂയ അതുപോലെ ആയിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു കാര്യം ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു നോട്ടം ഹല്ലേലൂയ. അപ്പൊ ദൈവം ഇതെല്ലാം ഞാൻ പറയാം നമ്മളെ ദുഷിക്കുന്നവരെ നമ്മളെ തല കുലുക്കുന്നത് ഇതെല്ലാം ദൈവം നോക്കി വെക്കുന്നുണ്ടെന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ പറയാ നമ്മൾ മറ്റുള്ളവരുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഒന്നും എരിവുകളിൽ കുരുടൻ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് കരുതി യാചിച്ചുകൊണ്ട് യാചകന്റെ വേഷം അങ്ങോട്ട് അഴിച്ചു വെക്കുക. ഹല്ലേലൂയ ആരുടെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആരാ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വിടുവിക്കാനായിട്ട് രക്ഷിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയമാണ് അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് കഴിയുന്ന ഒരുവനേ ഉള്ളൂ കർത്താവ് യേശു. ആ ദാവീദ് പുത്രനോട് നമ്മളോട് കരുണ തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ നിലവിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അവനിൽ മാത്രം ആശ്രയിക്കാം. മറ്റുള്ളവരൊക്കെ വാക്ക് പറയുന്ന ആര് നമ്മുടെ ജീവിതത്തിൽ നിൽക്കണം നിർബന്ധം നമ്മുടെ ജീവിതത്തിലെ ഇപ്പൊ ഒരു മാറാ രോഗം വന്നെന്ന് ഇരുന്നോട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കോവിഡ് വന്നപ്പോ തന്നെ നമ്മളെല്ലാരും കണ്ടല്ലേ സ്നേഹങ്ങളൊക്കെ എത്രയാ എടുപ്പമായിരുന്നു. ഭർത്താക്കന്മാരെ പോലും ഭാര്യയും ഭർത്താവും പോലും താമസിക്കുന്നിടത്ത് ഹല്ലേലൂയ ഭക്ഷണമൊക്കെ
ഹാലലി ഒന്ന് അടുത്ത് കൊണ്ട് കൊടുക്കാൻ ICU കയറുക. എല്ലാ പല ആൾക്കാരും ഇതിൽ നിന്ന് പുറത്തു വന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ രോഗമല്ല ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഭയപ്പെടുത്തിയത്, അല്ലെ ആരും നോക്കാനില്ലാത്ത നമ്മുടെ ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ ആകപ്പാടെ നമ്മൾ കാണുന്നത് ചന്ദ്രനിലും ഓരോ അന്യഗ്രഹത്തിലേക്ക് പോകുന്ന ആൾക്കാരെ മൊത്തം മൂടി കെട്ടി അല്ലെങ്കിൽ ആ രൂപം പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയത് പോവും. ബാക്കിയുള്ള സമയമെല്ലാം ഒറ്റയ്ക്ക് ICUവിലാണെങ്കിലും വെന്റിലേക്ക് കിടക്കുന്ന ആൾക്കാർ. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തിയത്. അത്രയും നാള് വരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പോയിട്ടില്ല. മനുഷ്യനുള്ള എപ്പോഴും ഇങ്ങനെ ആരോടും ഒക്കലൊക്കെ ഇങ്ങനെ സഹകരിച്ച് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് അല്ല ICUവിനകത്തൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഏതെങ്കിലും നേഴ്സോ ഡോക്ടർ അത് വന്ന് അവരുടെ മുഖം പോലും കാണാൻ പറ്റത്തില്ല, മനുഷ്യനാണോ എന്ന് പോലും തിരിച്ചറിയത്തില്ല, അതുപോലെ മൂടി കെട്ടി വരുന്ന ഒരു രൂപം അത് മാത്രം ഇടയ്ക്കൊന്ന് കാണുന്ന ഇതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുക. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അവിടെയൊക്കെ ഹാലേലിയ ബന്ധങ്ങൾ എത്ര, ഹാലേലിയ സ്നേഹങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളത്. അല്ലെ, അതുകൊണ്ട് ഒരാളിലും ഒന്നിലും ഈ ഭൂമിയിൽ എന്തൊക്കെ നമ്മളെ അങ്ങ് മരിക്കുവോളം ഞാൻ നിന്നെ ചുമന്നോളാം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേറും വാക്തത്വമാണെന്നും, പക്ഷെ മരിക്കുവോളം നമ്മളെ ചുമക്കാമെന്ന് പറഞ്ഞ ഒരുവനുണ്ട്, അവൻ നമ്മളെ ചുമക്കുക തന്നെ ചെയ്യുമെന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതിൽ മാത്രം ആശ്രയം വെക്കണം. അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ തിരമാലകളോടൊക്കെ ഒരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തൊക്കെ മതി അടങ്ങാൻ പറഞ്ഞാലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞ ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ എപ്പോ ദൈവത്തേത് വരുമ്പോൾ അപ്പോഴേ ആ തിരമാല അവിടെ അടങ്ങത്തുള്ളൂ. അത് നമ്മുടെ മീതെ നമ്മൾ മുക്കാതെ മുക്കത്തില്ല എന്നുള്ള ഉറപ്പാണ്, പക്ഷെ അത് മാറിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കാരണം തോന്നണം നമ്മളോട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഇതിൽ നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റു പറയണം. നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. അതിനുശേഷം ദൈവത്തിന്റെ ഒരു വരവിനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവം നമ്മുടെ ജീവിതത്തിൽ പല തവണ വന്നിട്ടുണ്ട്. പല വിഷയങ്ങൾക്ക് സൊല്യൂഷനായിട്ട് ദൈവം പല രൂപത്തിൽ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ദൈവം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താണോ ഏത് വിഷയത്തിൽ നമ്മൾ ഭാരപ്പെട്ട ആ വിഷയത്തിന് വേണ്ടി ദൈവം ഇറങ്ങും. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ദൈവം എൻകൗണ്ടർ ചെയ്യുമെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ എൻകൗണ്ടർ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമ്മൾ എത്രയും വേഗത്തിൽ നമ്മൾ ആയിരിക്കുന്ന വിഷമിക്കുന്ന ഏറ്റവും പ്രയാസമെന്ന് കരുതുന്ന വിഷയമുണ്ടെങ്കിൽ എൻ്റെ അടുക്ക് കൊണ്ടുവന്ന ദൈവം പറഞ്ഞു ആ വിഷയമൊക്കെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കർത്താവിനെ ഒന്ന് വിളിക്കുക, ദാവീദുപുത്രനെ ഒന്ന് വിളിച്ചു ആ കരുണ എന്നോട് കരുണ തോന്നി വിളിച്ചതുപോലെ നമ്മളൊന്ന് വിളിക്കുക. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും. ഈ ദിവസങ്ങളിൽ തന്നെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.